ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ ഋതുക്കുട്ടി 2 ദിവസത്തേക്ക് അവിടെ അച്ചായുടെ വീട്ടിലോട്ട് പോവുകയാണ്. ഋതുക്കുട്ടി വലിയ കാര്യത്തിൽ ആരെയൊക്കെയോ ഫോൺ വിളിച്ച് പറയുമോ, ഞാൻ ഇനി 2 ദിവസത്തേക്ക് കാണത്തില്ല. ഋതുക്കുട്ടിയുടെ അച്ഛൻ്റെ വീട് നമ്മുടെ അടൂർ മണ്ണടി എന്ന് പറയുന്ന സ്ഥലത്താണ്. മണ്ണടി അമ്പലമൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് മണ്ണടി ദേവീക്ഷേത്രം. മണ്ണടി തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്, വേലുത്തമ്പി ദളവ മ്യൂസിയം. ഇതിൻ്റെ അടുത്തടുത്ത് തന്നെയാണ് പല അമ്പലങ്ങളുണ്ട്. ഈ മണ്ണടി ദേവീക്ഷേത്രത്തിൻ്റെ തന്നെ പല പല മുടിപ്പര്, അങ്ങനെ പല ദേവീക്ഷേത്രങ്ങളും എല്ലാം ഇതിൻ്റെ അടുത്തടുത്ത് തന്നെയാണ്. ഇതാണ് മണ്ണടി ഭഗവതി ക്ഷേത്രം. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഗണപതി ക്ഷേത്രമുണ്ട്. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകുമ്പോഴാണ് പിന്നെ അടുത്തത് വരുന്നത് ഏനാത്ത്. ഏനാത്താണ് ഋതുവിൻ്റെ അച്ഛൻ്റെ വീട്. അങ്ങനെ നമ്മുടെ ഋതുക്കുട്ടിയുടെ വീടെത്താറായി. ഇവിടെ ഒരു പള്ളിയുണ്ട്, പള്ളിയുടെ അടുത്തു നിന്നാണ് നമുക്ക് ഋതുക്കുട്ടിയുടെ വീട്ടിലോട്ട് പോകേണ്ടുന്നത്. അതാണ്ടേ ഋതുക്കുട്ടിയുടെ അച്ഛൻ്റെ വീടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഋതുവിനെ കാത്ത് പൊന്നു അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. രണ്ടും കൂടെ പിന്നെ കളിയായി ബഹളമായി, ആർക്കും ഒരു റെസ്റ്റ് ഇല്ലായിരുന്നു. ഫുൾ കളിയും ബഹളവും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി. കളിയുടെ ഇടയ്ക്ക് ഋതുവിൻ്റെ പിന്നെ പിണക്കവും. ഋതുക്കുട്ടി പിണക്ക് കിടക്കുന്ന സീനാണിത്. ഇന്ന് നമ്മുടെ ഋതുക്കുട്ടിയുടെ പിറന്നാൾ നാള് വരുന്ന ദിവസമായിരുന്നു. അങ്ങനെ രാവിലെ ഋതുക്കുട്ടിയെ അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി. ഞങ്ങൾ രണ്ടുപേരും 2 വീലറിൽ അമ്പലത്തിലൊക്കെ പോയി. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് പിന്നെ പൊന്നും ഋതുവിടെ വീണ്ടും കളിയും ബഹളവും ഒക്കെ ആയി. അങ്ങനെ ഉച്ചക്കത്തേക്ക് ചെറിയൊരു സദ്യയൊക്കെ ഒരുക്കി. അങ്ങനെ 2 പേർക്കും സദ്യയൊക്കെ ഒരുക്കി കൊടുത്ത് 2 പേരും ചോറ് കഴിക്കുന്നതിൻ്റെ മേളമായി കാണുന്നത്.